നമസ്കാരം. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരായ പ്രധാന ആരോപണമാണ് മുസ്ലിം പ്രീണനം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുസ്ലിം വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുള്ള സാഹചര്യത്തിൽ ഈ വിഷയം എപ്പോഴും സജീവമായ സംവാദ വിഷയമായി നിലനിൽക്കുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ. സംസ്ഥാന ജനസംഖ്യയുടെ ഏകദേശം 30% മുസ്ലിങ്ങളാണ്. മുർഷിദാബാദ്, മാൽഡ, നോർത്ത് 24 പർഗാനാസ്, സൗത്ത് 24 പർഗാനാസ് തുടങ്ങിയ ജില്ലകളിലെ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകളാണ് നിർണായകമാകുന്നത്. ഈ വലിയ വോട്ട് ബാങ്ക് ഏകീകൃതമായി തൃണമൂൽ കോൺഗ്രസിന് ലഭിക്കുന്നതാണ് മമതാ ബാനർജിയെ അധികാരത്തിൽ നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത്. മമതാ ബാനർജി സർക്കാർ മുസ്ലിം സമുദായത്തിനു വേണ്ടി നടപ്പാക്കിയ ചില പ്രത്യേകതരം പദ്ധതികളും തീരുമാനങ്ങളുമാണ് പ്രീണനം എന്ന ആരോപണം ശക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ഇമാമുമാർക്കും മുഅദ്ദിനുകൾക്കും അഥവാ ബാങ്ക് വിളിക്കുന്നവർക്കും പ്രതിമാസ അലവൻസ് നൽകുവാൻ സർക്കാർ തീരുമാനിച്ചത് വലിയ വിവാദമായിരുന്നു. ഹൈന്ദവ സമുദായത്തിലെ പൂജാരിമാർക്ക് ഇതേ ആനുകൂല്യങ്ങൾ നൽകാത്തത് പിന്നീട് വിമർശനത്തിന് വിധേയമാകുകയും പിന്നീട് പൂജാരിമാർക്കും സമാനമായ ആനുകൂല്യങ്ങൾ നൽകുവാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മുസ്ലിം ആഘോഷവേളകളിൽ, പ്രത്യേകിച്ച് ഈദ്, മുഹറം തുടങ്ങിയ സമയങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നതും ആശംസകൾ നേരുന്നതും എതിരാളികൾ പ്രീണനമായി ചിത്രീകരിക്കുന്നു. മദ്രസകളുടെ നവീകരണത്തിനും വികസനത്തിനും വേണ്ടി സർക്കാർ പ്രത്യേക ഫണ്ടുകൾ അനുവദിക്കുന്നതും പ്രീണന ആരോപണങ്ങളെ സാധൂകരിക്കുന്നതാണ്. എന്നാൽ പ്രീണിപ്പിച്ച ഇടത്തു നിന്ന് തന്നെ ഒടുവിൽ മമതയ്ക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. മുർഷിദാബാദിൽ തൃണമൂലിൻ്റെ MLA ആയിരുന്ന ഹുമയൂൺ കബീർ അയോധ്യയിലെ തർക്ക മന്ദിരത്തിൻ്റെ അതേ മാതൃകയിൽ പള്ളി നിർമ്മിക്കാനുള്ള പ്രഖ്യാപനം നടത്തിയതാണ് മമതയെ ഞെട്ടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രീണന ആരോപണം വീണ്ടും ഉയരുമെന്ന് കരുതി മമത കബീറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നാലെ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായി മമതാ ബാനർജിയെ 4ാം തവണയും അധികാരത്തിൽ തിരിച്ചെത്താൻ അനുവദിക്കില്ലെന്ന് കബീർ ശപഥം ചെയ്തു. തൃണമൂലിൻ്റെ മുസ്ലിം വോട്ട് ബാങ്ക് അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കബീർ മമതാ ബാനർജിക്ക് നേരെ ഒരു സിനിമാ സ്റ്റൈൽ ഭീഷണിയും മുഴക്കി. വെൽഡങ്കയിൽ നിർദ്ദിഷ്ട തർക്ക മന്ദിരത്തിന് തറക്കല്ലിട്ടതിന് ശേഷം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കബീർ തൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ വ്യക്തമാക്കിയത്. ഈ മാസം 22-ന് കബീർ സ്വന്തമായി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും ഹൈദരാബാദ് MP അസദുദ്ദീൻ ഒവൈസിയുടെ AIMIMുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 294 സീറ്റുകളിൽ 135 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുവാനാണ് ഹുമയൂൺ കബീറിൻ്റെ തീരുമാനം. മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പുതിയ പാർട്ടി ഞാൻ രൂപീകരിക്കും. 135 സീറ്റുകളിൽ ഞാൻ സ്ഥാനാർത്ഥികളെ നിർത്തും. ഞാൻ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഒരു ഗെയിം ചേഞ്ചറാകും. ഞാൻ AIMIMുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുമായി സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഒവൈസിയുമായി ഞാൻ സംസാരിച്ചു. ഇങ്ങനെയാണ് കബീർ പ്രതികരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ AIMMോ ഒവൈസിയോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. തർക്കമന്ദിരത്തിൻ്റെ മാതൃകയിൽ കബീർ തറക്കല്ലിട്ട പരിപാടിയിൽ 8 ലക്ഷത്തോളം പേർ പങ്കെടുത്തു എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. മുർഷിദാബാദ്, മാൽഡ ജില്ലകളിലെ നൂറുകണക്കിന് മുസ്ലിമുകൾ സംഭാവന നൽകാനായി എത്തിയതിനെ തുടർന്ന് ദേശീയപാത 12-ൽ ഗതാഗതക്കുരുക്കുണ്ടായി. നോർത്ത് ദിനാജ്പൂർ, സൗത്ത് 24 പർഗനാസിലെ കാനിങ് എന്നിവിടങ്ങളിൽ നിന്ന് പോലും ഇഷ്ടികകളുമായി ട്രക്കുകളും ട്രാക്ടറുകളും എത്തി. ബംഗാൾ BJP അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ ഈ പള്ളി വിവാദത്തെ തൃണമൂലിൻ്റെ ആസൂത്രിത അജണ്ട എന്നാണ് വിളിച്ചത്. കബീറിൻ്റെ സസ്പെൻഷൻ ഒരു പ്രഹസനം മാത്രമാണെന്നും മമതാ ബാനർജിയുടെ പാർട്ടി ബാബറിനൊപ്പം നിൽക്കുന്നു എന്നും എന്നാൽ ഞങ്ങൾക്കതിന് കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി സുഗാന്ത മജുംദാർ ഇതിലും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തർക്കമന്ദിരം ബംഗാളിൽ ഒരിക്കലും അംഗീകരിക്കില്ല. പള്ളി നിർമ്മിക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ ബാബറിൻ്റെ പേരിൽ ഒന്ന് നിർമ്മിക്കുന്നത് ഹിന്ദുക്കളെ അപമാനിക്കാനും പ്രകോപിപ്പിക്കുവാനുമുള്ള ശ്രമമാണ്. ഹിന്ദു സമൂഹം ഇതിന് ഉചിതമായ മറുപടി നൽകും, അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മമതാ ബാനർജിയുടെ അധികാര തുടർച്ചയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഹുമയൂൺ കബീർ ഒരു പുതിയ രാഷ്ട്രീയ ശക്തിയായി ഉയരുമ്പോൾ ഈ വിവാദങ്ങൾ ബംഗാൾ രാഷ്ട്രീയത്തെ എങ്ങോട്ട് നയിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.